ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ. ചിറ്റാരിക്കാൽ സബ് ജില്ലാ ശാസ്ത്രമേള കടുമേനി സെന്റ് മേരീസ് ഹൈസ്കൂൾ, കടുമേനി SNDP AUP സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ച് ഒക്ടോബർ 21, 22 തീയതികളിൽ നടക്കുമെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ കടുമേനി സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജിജി MK സ്വാഗതം ആശംസിച്ചു. ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജസീന്ത ജോൺ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മേഴ്സി മാണി ലോഗോ പ്രകാശനം ചെയ്തു. സെന്റ് മേരീസ് ഹൈസ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മാത്യു വളവനാൽ ആമുഖ പ്രഭാഷണം നടത്തി. കടുമേനി SNDP AUP സ്കൂൾ മാനേജർ പ്രദീപ് കുമാർ PV, സെന്റ് മേരീസ് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് ദിലീപ് ജോസഫ്, SNDP AUP സ്കൂൾ PTA പ്രസിഡന്റ് ഷൈജു മോൻ PJ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. SNDP AUP സ്കൂൾ ഹെഡ് മിസ്ട്രസ് വിജയശ്രീ TP നന്ദി രേഖപ്പെടുത്തി. സംഘാടക സമിതി ചേരുകയും വിവിധ സബ് കമ്മിറ്റികൾ ചേരുകയും ചെയ്തു. സബ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സാധാരണഗതിയിൽ മേളകളെ സംബന്ധിച്ചിടത്തോളം, ശാസ്ത്രമേളകളെ സംബന്ധിച്ചിടത്തോളം അക്കോമഡേഷനാണ്. വിവിധ സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഏകദേശം 2500ഓളം കുട്ടികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 2 പ്രഥമാധ്യാപകരും മാനേജർമാരും PTA പ്രസിഡന്റുമാരുടെയും ഒക്കെ മുന്നിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ കടുമേനി പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് സ്ഥല സൗകര്യങ്ങൾ ആവശ്യമുള്ള ഈ ഒരു സ്ഥലത്ത് ഇത് ഞങ്ങൾക്ക് എങ്ങനെ വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ആശങ്കയോടെയാണ് നമ്മൾ അന്ന് സംഘാടക സമിതി രൂപീകൃതമായത്. പക്ഷെ ഇന്നിപ്പോ 1 മാസം പിന്നിടുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായും ഭംഗിയായും നടത്തി തീർത്തതിന്റെ ഒരു സംതൃപ്തി ഞാൻ ഇപ്പോൾ ഇതിന്റെ ഭാരവാഹികളുടെ മുഖത്ത് കാണുകയാണ്. തീർച്ചയായും ഈ കടുമേനി പ്രദേശത്തെ ആളുകളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് അവർക്കതിന് സാധിച്ചത്. ഇപ്പോ 5 വെന്യൂ, ഈ പരിസരത്തുള്ള സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2 ദിവസമായി നടക്കുന്ന ശാസ്ത്രമേള വിജയപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഒരാഘോഷത്തിന്റെ അവസരമാണ്. നിങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ശാസ്ത്രമേള എന്ന് പറയുമ്പോൾ ഇതിന്റെ പൂർണ്ണമായ അർത്ഥം ഞങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പോൾ നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകളെയും സിദ്ധികളെയും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ രാഷ്ട്രം, വിദ്യാഭ്യാസ മേഖല, ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾക്ക് ചെയ്യുന്ന വലിയ സേവനമാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ പ്രത്യേകമായി എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ആരെല്ലാം എന്തെല്ലാം സേവനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ്. ഒരു പിഞ്ച് കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട് അത് ജന്മമെടുത്ത് അതൊരു ജീവിയും ഇത്രയും സമയം കാത്തിരിക്കേണ്ടി വരില്ല. അപ്പോൾ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു കുഞ്ഞ് രൂപപ്പെട്ട് വരേണ്ടത്. ഈ ചിറ്റാരിക്കാൽ ഉപജില്ലയില് 2500 കുട്ടികളോളം പങ്കെടുക്കുന്ന ഈ മേള, അതിനകത്ത് മികച്ച പ്രതിഭകളെ കണ്ടെത്തുന്ന ഒരു വേദി കൂടിയാണ്. എല്ലാവരും പ്രതിഭകളാണ്, പക്ഷെ അതിലെ മികച്ച പ്രതിഭകളെ കണ്ടെത്തുന്ന ഒരു വേദി കൂടിയാണ് നമ്മുടെ ഈ ശാസ്ത്രമേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ കണ്ടുപിടുത്തങ്ങളായി ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്കപ്പുറം ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞരോ ഗണിതശാസ്ത്രജ്ഞരോ സാമൂഹ്യ ശാസ്ത്രജ്ഞരോ ഒക്കെ വളർന്നു വരേണ്ട ഒരു തുടക്കമാവാം ഈ ഒരു മേള എന്ന് നമുക്ക് വിചാരിക്കാം. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളുമാവാം ഭാവിയിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ഈ ദിവസങ്ങളിലും നിങ്ങൾ വെറുതെ മാധ്യമങ്ങളിലൂടെ നോക്കിയാൽ 12 വയസ്സുള്ള കുട്ടി കണ്ടുപിടിച്ച ഈ ശാസ്ത്രമേളയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് നടത്തിയിരിക്കുന്ന ഈ ലോഗോ പ്രകാശനം, നിങ്ങൾ ഓരോ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും നിങ്ങളുടെ കഴിവുകൾ വളരെ മികച്ച രീതിയിൽ അത് പ്രകടിപ്പിക്കുവാൻ പരമാവധി ശ്രമിക്കുക. ഈ പ്രാവശ്യം അത് നമ്മുടെ നമ്മുടെ 2 സ്കൂളുകളായി നടത്തപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ഓരോ മേളകൾ, ഓരോ സയൻസിന്റെയും സോഷ്യലിന്റെയും എല്ലാ IT മേഖലയുടെ എല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു അവസരം കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ തുടങ്ങി കഴിഞ്ഞു അല്ലെ? തുടങ്ങിയില്ലേ?
ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ഇതിന്റെ രജിസ്ട്രേഷനും മറ്റ് മത്സരങ്ങൾ ഇനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞതുപോലെ നമ്മുടെ സംഘാടക സമിതി മുതൽ നമുക്ക് ആശങ്കയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആശങ്ക ഇതുവരെയും കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നലെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിന്റെ ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുട്ടികൾ പാർട്ടിസിപ്പന്റ് എത്രയുണ്ട് എന്ന് പരിശോധിച്ചപ്പോൾ ഈ വർഷം ഏകദേശം 850 കുട്ടികൾ വർക്ക് എക്സ്പീരിയൻസ് മേളയ്ക്ക് മാത്രമായിട്ടുണ്ട്. ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വിളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ. രുചിയേറും നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ, ചൈനീസ്, അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ്, മോക്ടെയിൽ, ഷെയ്ക്ക് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും, ഷവായ, അൽഫാം, ഷവർമ, മന്തി, തന്തൂരി ഐറ്റംസ്, അങ്ങനെ എല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ, നിയർ പഞ്ചായത്ത് ഓഫീസ്, ചെറുപുഴ. ഫോൺ 9495461479. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ, ചെറുപുഴ.